പറച്ചിലോട്ടാ തോന്നുന്നു. ഞാൻ നിന്റെ കോഴിയുടെ മൂലത്തിലാണ് കാലെടുത്ത് വെച്ചത്. എന്റെ പൊന്നു ചേച്ചി കണ്ട അണ്ണാച്ചിമാരുടെ കയ്യിൽ നിന്ന് ഈ സാപ്പ് മുത്തൂറ്റ് ഇവിടെ നല്ല പൈസ കടം മേടിക്കും. എന്നിട്ട് യോമന് പൈസ തിരിച്ചു മേടിക്കാൻ വന്ന് നിൽക്കുമ്പോഴേ ഇങ്ങനെ ഇറങ്ങി ഓടിക്കളയും ചേച്ചി. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് ഓടാൻ പറ്റുമോ? അയ്യോ, ഓടാ അറിഞ്ഞൂടാത്തോള്. ഇവളെ വീട്ടിന്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ പോയാണ് ഞാൻ. എന്റെ ഒരു പഴയ ഷർട്ട് അശയിൽ ഇങ്ങനെ കഴുകി തൂക്കി ഇവള് വിചാരിച്ച് 2 കൈ കൊണ്ടും വിളിക്കുന്നു. 6 പൊക്കമുള്ള മതിലും ചാടിയാണ് ഈ കണ്ട പത്രാതി എന്റെ കൂടെ വന്നത്. അണ്ണാ അത് സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കല്ലേ. നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും സ്നേഹമുണ്ടോ? എന്താണ് നിനക്ക് സ്നേഹം? നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്. എന്റെ സാഹിത്യ കത്ത് പറയടി. അപ്പൊ നിങ്ങൾ സഹായിച്ചു തരണം. തന്നിരിക്കുന്ന രായണ്ണൻ, ഈ രായണ്ണ ഉണ്ടല്ലോ, ഈ രായണ്ണ വീട്ടിൽ മൊത്തം 8 കോഴികളുണ്ട്. ഇവനല്ലേ ഏറ്റവും വലിയ കോഴി. അതിലെ ഇങ്ങനെ കോഴി വീട്ടിൽ വരും ചേച്ചി. വീട്ടിൽ വന്നിട്ട് അരിയും കോതപ്പൂക്കെ കുത്തി പറക്കി തിന്നും. നമ്മൾ പെണ്ണുങ്ങൾക്ക് സഹിക്കുമോ? ഞാൻ ഒരു കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞു. അയ്യോ, ബാക്കില്ലാതെ കൊണ്ട് കോഴി അങ്ങ് ചത്തു. ഈ രായണ്ണൻ 1 2 പറഞ്ഞ് എന്റെ അടുത്ത് വഴക്കിന് വന്നിട്ട് ചെലങ്ങളൊക്കെ കേൾക്കണം. ഈ പാവപ്പെട്ട സ്ത്രീയെ നോക്കി മുണ്ട് നോക്കി കാണിച്ചാണായി. എന്ത് ധൈര്യത്തിലാണ് കന്യക ഒരു സ്ത്രീയെ നീ മുന്നോട്ട് കാണിച്ചത്?